നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 3-ാം അധ്യായം. എബ്രായലേഖനം 3-ാം അധ്യായം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു നിർത്തിയത് 1-ാമത്തെ വാക്യമാണ്, വേഴ്സ് നമ്പർ 1. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാളോ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യത്തെ ക്ലാസ്സിൽ കടന്നു വരാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിലെ ഞാൻ മടങ്ങി വരുന്നതായിരിക്കും. 3-ാം അധ്യായം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് കർത്താവായ യേശു മോശയേക്കാൾ വലിയവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോസസ്. ആ 3-ാം അധ്യായത്തെ നമ്മൾ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. മോശയേക്കാൾ യേശു വലിയവൻ എന്നുള്ളത് എബ്രായർ 3:1 മുതൽ 6 വരെയുള്ള വാക്യം. 2-ാമത്തെ ഭാഗമാണ് ദ കോൺസിക്വൻസസ് ഓഫ് ഇസ്രായേൽസ് അൺബിലീഫ്. ഇസ്രായേൽ മക്കളുടെ അവിശ്വാസത്തിനുണ്ടായിരിക്കുന്ന പരിണിത ഫലം, വേഴ്സ് 7-11. 3-ാമത്തെ ഭാഗമാണ് വാർണിംഗ് എഗൻസ്റ്റ് ദി അൺബിലീഫ്. അവിശ്വാസികൾക്ക് എതിരായിരിക്കുന്ന അവിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ്, വേഴ്സ് 12-19. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ എബ്രായലേഖനം 3-ാം ഭാഗത്തെ തിരിച്ചുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. അതിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരുന്നത് ഒരു വിശ്വാസി ആരാകുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുവാനിടയായിട്ട് പ്രധാനമായിട്ട് 3 വിധ കോളിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലേ? പ്രൈസ് ഗാഡ്. എല്ലാവരും കാര്യങ്ങൾ അടിച്ചൊരു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഇത്രയുള്ള ശക്തി. ഓക്കെ, പ്രൈസ് ഗാഡ്. ഹൈ കോളിംഗ്, പരമവിളി, വിശുദ്ധ വിളി, സ്വർഗീയ വിളി. 3 വിളിയാണ് ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയത്. ആ വിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ കടന്നു വരുവാൻ പോകുന്ന ഭാഗം, സബ് ഹെഡിങ് ഒന്ന് നോട്ട് ചെയ്താട്ട്. അതിൻ്റെ സബ് ഹെഡിങ് നമ്മൾ വീണ്ടും പണ്ട് നമ്മൾ പഠിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 2 കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് പഠിപ്പിക്കുക. 1, കർത്താവായ യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള സിമിലാരിറ്റി ഓഫ് മോസസ് വിത്ത് ജീസസ്. സിമിലാരിറ്റി ഓഫ് മോസസ് വിത്ത് ജീസസ്. കർത്താവായ യേശുവും മോശയും തമ്മിലുള്ള സിമിലാരിറ്റി. 2, the difference between Moses and Jesus. കർത്താവായ യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസം. 2 ഭാഗങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 1, കർത്താവായ യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള സിമിലാരിറ്റി. 2, യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള ഡിഫറൻസ്. പ്രധാനമായിട്ട് ഒരു സിമിലാരിറ്റിയും 2 ഡിഫറൻസുമാണ്, 2 മാറ്റങ്ങളുമാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഒരിക്കൽ കൂടെ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഒന്ന് നോട്ട് ചെയ്താട്ട്. സിമിലാരിറ്റി എന്തിലായിരുന്നു അവർ സിമിലാരിറ്റി ഉണ്ടായിരുന്നത്? 1-ാമത്തത് ബോത്ത് were faithful to God. 2 പേരും ദൈവഭവനത്തിൽ വിശ്വസ്തരായിരുന്നു. Both were faithful to God. ദൈവത്തോട് അവർ വിശ്വസ്തരായിരുന്നു. അതാണ് സിമിലാരിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. ഡിഫറൻസസ് തമ്മിലുള്ള വ്യത്യാസം. വായിച്ചോട്ട് 3-ാമത്തെ വാക്യം. എന്നിട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കിടക്കുന്നതായിരിക്കും. 3-ാമത്തെ വാക്യം. ആ
അവിടെ പറയുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവനോ അധികം മാനം ഉള്ളതുപോലെ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു മോശ തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. മോശ ഭവനമാണ്, യേശു ഭവനം പണിഞ്ഞവനാണ്. മോസസ് compared as the house of God. Moses compared as the house of God, but Jesus as the builder of the house. ഭവനം പണിഞ്ഞവനായിരുന്നു. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. മോശ ദൈവത്തിന്റെ ഭവനമായിരുന്നപ്പോൾ യേശു ആ ഭവനം പണിഞ്ഞവനായിരുന്നു. രണ്ടാമത്തെ വ്യത്യാസം വേഴ്സ് 5, 5-ാമത്തെ വാക്യം. നിങ്ങൾ ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്തോണം. 5-ാമത്തെ വാക്യം. അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നതും ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃദ്ധനായിട്ടത്രേ. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായി. രണ്ടാമത്തെ വ്യത്യാസം, മോസസ് വാസ് എ സെർവന്റ് ഇൻ ദാറ്റ് ഹൗസ്. മോശ ആ ഭവനത്തിൽ ദാസനായിരുന്നു. മോശ ഭവനത്തിൽ ദാസനായിരുന്നു. ബട്ട് ജീസസ് ആസ് ദ സൺ who has authority over that house. യേശുവോ ആ ഭവനത്തിന്മേൽ അധികാരമുള്ള പുത്രനായിട്ട് തന്നെ. നമ്മൾ ഒരു സിമിലാരിറ്റി കാണുന്നു, രണ്ട് വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. ഒന്ന്, യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിശ്വസ്തരായിരുന്നു. ഡിഫറൻസ്, രണ്ട് വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. ഒന്ന്, മോശ ഭവനമായിരുന്നപ്പോൾ യേശു ഭവനം പണിയുന്നവനായിരുന്നു. രണ്ട്, മോശ ആ ഭവനത്തിൽ ദാസനായിരുന്നപ്പോൾ യേശു ആ ഭവനത്തിന്റെ അധികാരിയായിരുന്നു. ഞാൻ തിരിച്ചു കടന്നു വന്നാട്ട് ദ ഡിഫറൻസ്. ഫസ്റ്റ് വൺ, ദ സിമിലാരിറ്റി രണ്ടുപേര് തമ്മിലുള്ളായിരിക്കുന്ന ഒരു സാമ്യം. വേഴ്സ് 2, നമ്മൾ ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് കടന്നു പോകാൻ പോകുകയാണ്. വേഴ്സ് 2 അവിടെ പറയുന്ന മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനോ വിശ്വസ്തനാകുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സാമ്യമാണ് വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഒന്ന് നോട്ട് ചെയ്താട്ട്. എവിടെയാണ് അവർ ഫെയ്ത്ത്ഫുൾ ആയിരുന്നത്? അവിടെ ആദ്യം പറയുന്ന ഭാഗം മോശ ദൈവഭവനം, ദ ഹൗസ് ഓഫ് ഗാഡ്. ഒന്ന് നോട്ട് ചെയ്യുക, ഹൗസ് ഓഫ് ഗാഡ്. ഞാൻ ആ വാക്യം ഒന്ന് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുക. ഹൗസ് ഓഫ് ഗാഡ്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോഴും പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോഴും ഈ ഹൗസ് ഓഫ് ഗാഡ്, ദൈവഭവനത്തിൽ ഒരു വലിയ വ്യത്യാസം നമ്മൾ കാണുവാൻ സാധിക്കും. പഴയ നിയമം എന്തിനെയാണ് ദൈവഭവനമെന്ന് റെപ്രസെന്റ് ചെയ്തത്? നോട്ട് ചെയ്തല്ലോ, ഹൗസ് ഓഫ് ഗാഡ്. പഴയ നിയമം ഏതിനെ ദൈവഭവനമെന്ന് റെപ്രസെന്റ് ചെയ്യുന്നു? ഒന്ന് വായിച്ചാട്ട്. ഡ്യൂട്ടോണമി ചാപ്റ്റർ 23 വേഴ്സ് 18. ആവർത്തനം 23:18. ആവർത്തനം 23:18. എന്താണ്? യെസ്. നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് വരരുത്. അപ്പോൾ അവിടെ ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സമാഗമന കൂടാരം അഥവാ ദൈവത്തിന്റെ ആലയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമായിരുന്നു അന്ന് ദൈവഭവനം, ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്ന ഒരു വാക്യം കൂടെ. ഫസ്റ്റ് Chronicles chapter 6, 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 31-32 വാക്യം. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 31-32 വാക്യം. യഹോവയുടെ ആലയം പണിതുപോലെ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ അന്ന് ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ഏതായിരുന്നു? ആലയം, യെരൂശലേമിലുണ്ടായിരുന്ന ആലയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന സമയം വരെ ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന ആലയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വായിച്ചാട്ടെ, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 4. മത്തായി 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. മത്തായി 12:4. അവൻ ദൈവാലയത്തിൽ ചെന്നു
അവിടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകാതിരിക്കുന്ന ഹൗസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. അന്നും ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഈ കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ കെട്ടിടമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഉയർക്കപ്പെട്ടതിന് ശേഷം അതിന് ഒരു വലിയ മാറ്റം വന്നു. എന്താ മാറ്റം? 1 Corinthians chapter 3 verse 9. 1 Corinthians 3-9 വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹ നിർമ്മാണം, നിങ്ങളാണ് ദൈവത്തിന്റെ ഗ്രഹം. യു ആർ ദ ചർച്ച്, ദ ഹൗസ് ഓഫ് ഗാഡ്. ഒരു വാക്യം കൂടെ, Hebrews chapter 3 verse 6. എബ്രായർ 3:6. അവന്റെ ഭവനത്തിന് അധികാരി. താഴത്തെ വാക്യം കൂടെ, താഴത്തെ ഭാഗം കൂടെ, പ്രത്യാശയുടെ നാം തന്നെ അവന്റെ ഭവനം. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഭവനം എന്നുള്ള കൺസെപ്റ്റ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ടോട്ടലി ചേഞ്ചിങ്, പൂർണ്ണമായിട്ട് മാറ്റപ്പെടുക. അന്ന് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് അന്നത്തെ ആലയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇന്ന് ദൈവഭവനം എന്ന് പറയുന്നത് നിങ്ങളാണ് ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അതാരായിരിക്കുന്നു? ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ഭവനമായി. എൻറ്റയർലി മാറിയ കൺസെപ്റ്റ് പരിപൂർണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഭവനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ആലയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിട്ട് ഭവനം എന്ന് പറയുന്നത് അത് വിശ്വാസികളായിരിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ അവർ വിശ്വാസികളായിരിക്കുന്നു? ഒന്ന് വായിച്ചാട്ട് 1 Peter chapter 2 verse 5. 1 പത്രോസ് 2-5 വാക്യം. നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണത്. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ എന്തായിരിക്കുന്നു? ഒരാത്മീയ ഗ്രഹം, എ ഹൗസ് ഓഫ് ഗാഡ്. അതാരായിരിക്കുന്നു? നിങ്ങളായിരിക്കുന്നു. എങ്ങനെ നിങ്ങളായിരിക്കുന്നു? ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന കല്ലിന്മേല്, കല്ലോട് അടുത്ത് വന്ന് നിങ്ങളും ഒരു കല്ലായി തീരുക. എന്നിട്ട് ഇതെന്തായി മാറ്റപ്പെടുന്നു? ഒരാത്മീയ ഗ്രഹം. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമം മുഴുവനായിട്ട് പുതിയ കർത്താവായ യേശു ക്രിസ്തു മെസ്സോറി പഴയ നിയമം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നത് നിഴലായിട്ട് വെളിപ്പെടുത്തുമ്പോൾ, പുതിയ നിയമത്തെയാണോ അതിന്റെ റിയലായിട്ട് പൊരുളായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ ഇന്ന് ആലയം എന്ന് പറയുന്നത് വിശ്വാസികളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുമ്പോൾ അതിന് സിംബോളിക്കായിട്ടാണ് പഴയ നിയമത്തില് ആലയത്തെ നമ്മൾ കാണുന്നത്. ആ ഭാഗം കൂടുതലായിട്ട് ഞാൻ വിശദമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുന്നത് ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ ഭവനം പണിയുവാൻ തക്കവണ്ണം ആരായിരുന്നു കാരണക്കാരനായിരുന്നത്? നമ്മൾ ഒന്ന് വെറുതെ പറയുന്നു, ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാനായിട്ട് ആർക്കും സാധ്യമല്ല. അപ്പോൾ ഈ ഭവനം പണിതത് ആരെയും ചിന്തിക്കുമ്പോൾ അതാരായിരിക്കുന്നു? കർത്താവായ യേശുവാണ് ഭവനം പണിതത്. യേശു ഈ ഭവനം പണിതപ്പോൾ താഴെ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഈ ഭവനത്തിന്റെ പ്രത്യേകത? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, വേദപുസ്തകത്തിൽ ദൈവ ഭവനം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട രീതിയിലാണോ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് തിമോത്തിയോസ് 3-ാം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ 1 Timothy chapter 3 verse 15. രണ്ട് പേരുകളാണ് പ്രധാനമായിട്ട് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വായിച്ചാട്ട്. ദൈവാലയത്തിൽ നടക്കുന്നത്. ഇവിടെ ആ ഹൗസ് ഓഫ് ഗാഡിനെ രണ്ട് പേരിലാണ് വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പേര് അവിടെ പറയുന്നത് സത്യത്തിന്റെ തൂണ്, ദ പില്ലർ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും, ദ പില്ലർ ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് ട്രൂത്ത്. സത്യമാണോ അതിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്നത്. രണ്ട്, അവിടെ പറയുന്നു ജീവനുള്ള കല്ല്, ദ ചർച്ച് ഓഫ് ലിവിംഗ് ഗാഡ്.
ഇതിൽ കൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭയെ ദൈവം എങ്ങനെ നിർത്തിയിരിക്കുന്നു. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയത് അത് ട്രൂത്തിൽ, സത്യത്തിലാണ് അതിൻ്റെ ബേസ്, അതിൻ്റെ അടിസ്ഥാനം സത്യമാണ്. സഭയുടെ അടിസ്ഥാനം സത്യം, അതിന് തൂണ് സത്യം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നത് എവിടെ നിലനിൽക്കുന്നു? സത്യത്തിലാണോ അത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യവസ്ഥയെ ഒരിക്കലും ആർക്കും മാറ്റുവാനായി സാധ്യമല്ല. രണ്ട് പറയുന്നു, അതിൽ ഡെഡ് ഓർഗൻ അല്ല, മരിച്ചൊരു അവയമല്ല, അതിൽ ജീവനുള്ള ഒരു അവയവമാണ്. ഇറ്റ് ലിവിങ്. എന്നാൽ ഒന്ന്, നമ്മൾ ആ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വായിച്ചോട്ട് ആ വാക്യം തന്നെ. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന്. ആ വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതാണ്: ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന്. ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ വായിക്കുന്നു. 1 തിമോത്തി chapter 3 verse 15 എന്ന് പറഞ്ഞാൽ, ഈ ജീവനുള്ള ദൈവത്തിന് സഭയാകുന്ന ആലയത്തിൽ നടക്കുവാനായിട്ട് എന്തുണ്ട്? ഒരു മെത്തേഡുണ്ട്. നമുക്കിഷ്ടം പോലെ, നമുക്ക് തോന്നിയ പോലെ നടക്കുവാനുള്ള സ്ഥാനമല്ല ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന, സഭയാകുന്ന ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നിങ്ങൾക്കറിയാം, ഈ ഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് എഴുതുകയാണ്. ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തിമോത്തിയോസിനോട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ താമസിച്ചു പോയാലോ, ഞാൻ അല്പം കൂടെ താമസിച്ചു പോയാൽ നീ മനസ്സിലാക്കുന്ന, വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് എങ്ങനെയായിരിക്കണം സഭയിൽ നടക്കേണ്ടത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം ഇതാണ്: there is a way to walk. നമ്മൾ ആ സഭയിൽ നടക്കുവാനായിട്ട് ഒരു വിധമുണ്ട്, സഭയിൽ നടക്കുവാനായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയിലായിരിക്കണം നാം നടക്കേണ്ടത്. എന്നിട്ട് താഴെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ നടന്നു എന്നുള്ളതാണ് താഴെ പറയുന്നത്. പകരം ഏതായിരിക്കുന്നു? വിശുദ്ധന്മാര് ഒരുമിച്ച് കൂടുന്നതാണോ ആലയമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരു കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിക്കപ്പെട്ട കെട്ടിടമായിരുന്നപ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് ഒരു കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിക്കപ്പെട്ട കെട്ടിടമല്ല, പിന്നെയോ അതിന് പണിയുവാൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു പണിതത്? ഇത് മനുഷ്യനല്ല അത് പണിതത്, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു അത് പണിയുവാൻ ഇടയായിത്തീർന്നു. യേശു ആ ഭവനത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ വായിച്ച ഇപ്രകാരമാണ്: മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഈ ഒരു വേർഡ് നമ്മൾ വളരെ ചിന്തിക്കേണ്ട വേർഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇസ്രായേൽ മക്കൾ, യഹൂദന്മാര് മോശയെ ഒരു വലിയ ആരാധ്യ പുരുഷനായിട്ട് അവർ കാണുമ്പോൾ, ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഒരു മനുഷ്യന് ലോകത്തിൽ ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സാക്ഷ്യ പത്രമാണ് ഇവിടെ മോശയ്ക്ക് ലഭിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, മോശയെ ആരോട് ചേർത്ത് തുല്യപ്പെടുത്തുക? യേശു ക്രിസ്തുവിനോട് ചേർത്ത് തുല്യപ്പെടുത്തുക. ഏത് കാര്യത്തിൽ? യേശു വിശ്വസ്തനായിരുന്നത് പോലെ മോശയും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലെ പെർഫെക്ഷനിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആർക്കും സാധ്യമാകാതിരിക്കുമ്പോൾ മോശയുടെ വിലയെ നമ്മളിവിടെ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നത് പോലെ മോശയും വിശ്വസ്തനായിരുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം മോശയെ നോക്കേണ്ട ഇപ്രകാരം പറഞ്ഞു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യം. നമ്പേഴ്സ് chapter 12 verse 7. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തൊക്കെയും വിശ്വസ്തനാകുന്നു. ദൈവം തന്നെ മോശയ്ക്ക് കൊടുത്തൊരു വേർഡാണ്, ഒരു സാക്ഷ്യപത്രമാണ്. അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരാള് വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരിക്കണം അതിനു മുൻപ്?
ആരെയായിരിക്കും? ഇപ്പോൾ ഓഫീസിൽ നിങ്ങൾക്കറിയാം, ഒരാള് ഹീസ് ഫെയ്ത്ത്ഫുൾ എന്ന ഒരു മാനേജ് പറയണമെങ്കിൽ അതിനു മുൻപ് ഈ ആളിൽ എന്തോ ഉണ്ടായിരുന്നിരിക്കണം. എന്തുണ്ടായിരുന്നിരിക്കണം? ഏൽപ്പിച്ച ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു വിശ്വസ്തത വെളിപ്പെടുത്തുന്നത് റെസ്പോൺസിബിലിറ്റി മേലാണ്. നോട്ട് ചെയ്താട്ട വേർഡ് ഫെയ്ത്ത്ഫുൾ വേർഡ് പോയിന്റ്സ് ടു റെസ്പോൺസിബിലിറ്റി. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് വെളിപ്പെടുത്തുന്നത്. ചുമതല, റെസ്പോൺസിബിലിറ്റി brings stewardship. Responsibility brings stewardship. ചുമതല വെളിപ്പെടുത്തുന്നത് ഏത് കാര്യത്തില്? ഈ സ്റ്റുവേർഡ്ഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് വായിച്ചാട്ട് ഒരു വാക്യം, 1 Corinthians chapter 2 verse 1 and 1 Corinthians chapter 4 verse 1 and 2. 1 Corinthians 4 അധ്യായം 1-2 വാക്യം. ഗ്രഹവിചാരകന്മാർ. അപ്പോൾ നമ്മെ പരമേൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ആരായിരിക്കുന്നു? ഗ്രഹവിചാരന്മാർ. അപ്പോൾ ഒരു ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? ആ വേർഡ് തന്നെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. ആ റെസ്പോൺസിബിലിറ്റി എന്ത് വെളിപ്പെടുത്തുന്നു? ചിലതൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ടോ നമ്മുടെ കരങ്ങളിലോ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. മോശ ദൈവത്തെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മറുതലിക്കുവാനായിട്ടിടയായിട്ടുള്ളൂ. ആ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടേതായിരിക്കുന്ന പ്രകോപനപരമായിരിക്കുന്ന വാക്കുകളുടെ മുൻപിൽ മോശ എടുത്തു ചാടി ഒരവ്യയം കാണിച്ചത്. പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ പാറയെ അടിച്ചു. ഇതല്ലാതെ ഒരൊറ്റ ഭാഗത്ത് പോലും മോശയുടെ ഭാഗത്ത് ഒരു വീക്ക്നെസ് ദൈവം കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. മോശ കൊണ്ടുപോകേണ്ട ജനമോ കൊണ്ടുപോയ ജനമെന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ജനമായിരുന്നില്ല. എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഇസ്രായേൽ ഗണത്തിലുണ്ട്. അനുകൂലിക്കുന്ന ഒരു ഗണമുണ്ട്, പ്രതികൂലിക്കുന്ന ഒരു ഗണമുണ്ട്. ഏത് കാര്യത്തിനും കുറ്റം പറയുന്ന ഒരു കൂട്ടമുണ്ട്. ചിലത് 1-2 പേരെങ്കിലും അനുകൂലിക്കുന്ന ഒരു ഗണമുണ്ട്. ഇങ്ങനെ ഒരു വലിയ മിക്സഡായിരിക്കുന്ന ഒരു ജനത്തെ നടത്തുവാൻ തക്കവണ്ണം ദൈവം മോശയെ പരമേൽപ്പിച്ചപ്പോൾ ഈ മോശ മുൻപോട്ട് കടന്നുപോയ സ്ഥാനത്ത് പ്രയാസങ്ങൾ ഒത്തിരി അവരുടെ മുൻപിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രത്തോളം പ്രതികൂലങ്ങൾ മോശയ്ക്ക് എതിരേണ്ടി വന്നപ്പോഴും ദൈവം ഈ ജനത്തിന് മോശയെ ഒരനുഗ്രഹമായി നിർത്തിയപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ച് ദൈവത്തോട് ചോദിക്കാതെ ഈ ജനത്തിന് ഒരനുഗ്രഹമായി തീർന്ന മോശയെ നമ്മൾ കാണും. ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞ വേർഡ്. പ്രതികൂലം ഒത്തിരി ജനം തിരിച്ച് മോശ കൊടുത്തപ്പോഴും ഒരൊറ്റ വാക്ക് പോലും മോശ ഈ ജനത്തിനെതിരായി പറയാതെ ഒരു രീതിയിൽ ഈ ജനത്തിന് വേണ്ടി മോശ പക്ഷപാതം ചെയ്യുക മാത്രമാണ് മോശ ചെയ്തത്. അപ്പോൾ ഇത്രമാത്രം ഒരു പേഷ്യൻസ് വെളിപ്പെടുത്തിക്കൊണ്ട് അസാധ്യമായിരിക്കുന്ന പല കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടും ഇത് മുഴുവൻ കണ്ണുമടച്ച് അതുപോലെ വിശ്വസിച്ച് പ്രവർത്തിച്ചൊരു മോശ. നിങ്ങൾ മനസ്സിലാക്കണം, മന്ന കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടുന്ന എന്ത് വന്ന് മോശയ്ക്ക് അറിയത്തില്ല. കണ്ണുമടച്ച് മോശയെന്നോ വിശ്വസിച്ചു. ചുറ്റുപാട് മുഴുവൻ പാറയാണ്. ഞങ്ങളിപ്പോൾ ആ സ്ഥലം കണ്ടതാണ്. ആ പാറയുടെ നടുവിൽ നിന്നിട്ട് ദൈവം പറഞ്ഞു, ഈ പാറയോട് നീ അടിക്ക്, അതിൽ വെള്ളം പുറപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ പാറയെ അടിച്ചു. ഒരു ചെങ്കലിന്റെ കരയ്ക്ക് നിൽക്കുമ്പോൾ വടിയിൽ നീട്ടാൻ പറഞ്ഞപ്പോൾ ഈ ചെങ്കലിന്റെ മുൻപിൽ കണ്ടിരുന്നുവെങ്കിൽ മോശ വടി നീട്ടത്തില്ലായിരുന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ട് മോശ വടി നീട്ടി. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ദൈവം മോശയെ പരമേൽപ്പിച്ചുവോ അസാധ്യമായ കാര്യം, മനുഷ്യർക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്തത്, വിശ്വസിക്കുവാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവം മോശയോട് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും മോശ തിരിച്ചു പറയാതെ അതുപോലെ മോശ ആക്ട് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അതുപോലെ മോശ ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ എന്താ ഇവിടെ കാണുന്നത്? തന്റെ ഭവനത്തിലൊക്കെയും ദൈവം തന്നെ പരമേൽപ്പിച്ച സകല വിഷയത്തിലും മോശ വിശ്വസ്തനായിരുന്നു.
ആ വിശ്വസ്തത മോശ എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാമോ? തിരിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, ഞാൻ അവനോട് സംസാരിക്കുന്നത് മറപ്പൊരുളായിട്ടല്ല, ഞാൻ നേരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ വിശ്വസ്തതയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഫലമേൽപ്പിച്ചതിൽ താൻ വെളിപ്പെടുത്തുവാറിയുന്ന വിശ്വസ്തതയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നത്. വേറെ രീതി പറഞ്ഞാൽ, ദൈവം മുഖാമുഖം മോശയുമായി സംസാരിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് മോശയുടെ വിശ്വസ്തതയാണ്. ദൈവം തന്നെ പരമേൽപ്പിച്ചതിലൊക്കെയും താൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം അത്രത്തോളം പ്ലീസ്ഡ് ആയിരുന്നു ഈ മോശയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ 40 വയസ്സ് വരെ മോശ തന്റെ വ്യക്തിപരമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ അടുത്ത 40 വർഷക്കാലം ഒരു മരുഭൂപ്രയാണം മോശ നടത്തി. എന്നാൽ 80 വയസ്സിൽ തുടങ്ങിയതായിരിക്കുന്ന ദൈവത്തോടുകൂടെ ഒരു യാത്ര 40 വർഷക്കാലം നീണ്ട 40 വർഷം, അഥവാ തന്നെ 120 വയസ്സിൽ ദൈവം തന്നെ അടക്കുന്ന സമയം വരെ മോശ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ഒരു പ്രാവശ്യം മാത്രം ഒരു വീക്ക്നെസ് കാണിച്ചു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? ഇത്രത്തോളം ഹൈലി ഓണേർഡ് ദൈവം മോശയെ മാനിക്കുവാനായിട്ടിടയായിരുന്നു. അതുകൊണ്ട് മോശയെക്കുറിച്ച് ദൈവം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ. യേശു വിശ്വസ്തൻ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ മോശയെക്കുറിച്ച് പറയുന്നു, അതുപോലെ മോശയും വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തത തൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായിത്തീർന്നു. ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, മോശയുടെ ആദ്യകാല സമയത്ത് ദൈവത്തിൻ്റെ വിളി താൻ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് മോശ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് മോശ ഒത്തിരി എക്സ്ക്യൂസസ് പറയുവാനിടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷമുള്ള മോശയുടെ പ്രയാണമെന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ അവൻ ദൃശ്യമായി കണ്ടതുപോലെ ഉറച്ചു നിന്നു. ആ ദൈവത്തിന്റെ വിളി എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം, തന്നെ ദൈവം പരമേൽപ്പിച്ചു എന്നുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ധാരണയാണ് മോശയെ കൊണ്ട് ഇത് ചെയ്യിക്കുവാൻ കാരണമായി തീർന്നത്. തിരിച്ചു ഞാൻ വരികയാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിപ്പിക്കും. നമ്മൾ വാസ്തവമായിട്ട് എനിക്കത് അറിയത്തില്ല എങ്കിൽ എനിക്ക് മുൻപിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ അതിന് മുൻപിൽ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെയും പരിപൂർണമായി ജയിക്കുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, ഞാനും ദൈവമായിട്ട് മാത്രമല്ല നിൽക്കുന്നത്, അതായിരിക്കും സൈഡിലേക്ക് കാണിക്കുന്നത്. എൻ്റെ കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കാണിക്കുന്നത്. ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ ദൈവമായിട്ട് അവരുടെ ബന്ധം എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ഒരു വൺ സൈഡ് ആകത്തില്ല. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിച്ച ചോദ്യമുണ്ട്, ബെറിയോന ശിമോനെ, നീ ഇവരിൽ അധികമായി? എന്നിട്ട് എന്താ യേശു പറഞ്ഞേ? എൻ്റെ ആടുകളെ. എന്തിനാ യേശു ചോദിച്ചത്? യേശുവിന് ഒരു കാര്യം അറിയാം, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ പത്രോസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആടുകളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കുന്നവൻ ആടിനെ സ്നേഹിക്കും. നിങ്ങൾ മനസ്സിലാക്കിയോ, ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്നുള്ള രക്ഷയുടെ സന്തോഷം നിങ്ങൾ തിന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ അടക്കി ഒതുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമോ? പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് പറയും. പറയാത്തവരുടെ പ്രശ്നം എന്നാ? ആത്മീയ സന്തോഷമില്ല. രക്ഷിക്കപ്പെട്ടതാന്ന്, സ്നാനപ്പെട്ടതാന്ന്, കൊല്ലത്ത 25, പക്ഷെ ഇപ്പം എന്തും ഇല്ല. മനസ്സിലായി? ഇതൊന്നും ആരും പറഞ്ഞ് കൈകൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നും അല്ലിത്. ഇത് ഉള്ളത്തിൻ്റെ ആഴത്തിൽ സന്തോഷം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ വെളിപ്പെടും.
നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു റിയൽ ഫാക്റ്റായി പറയുന്നത്, എൻ്റെ ദൈവത്തോടുള്ള ബന്ധമായിരിക്കും ലോകത്തോട് ഞാൻ കാണിക്കുന്നത്, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ കാണിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ചിലത് നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ഭരമേൽപ്പിച്ച് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരുപക്ഷെ വലിയ കാര്യമായിരിക്കത്തില്ല ദൈവം ഭരമേൽപ്പിക്കുന്നത്. ഓരോരുത്തരുടെ പൊസിഷൻസ് അനുസരിച്ച് ദൈവം പലത് ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവം എന്നെ ഏൽപ്പിച്ച കൊച്ചിൽ ഞാൻ വിശ്വസ്തനായിരുന്നാൽ ദൈവം അടുത്ത ലെവലിലേക്ക് എന്നെ ഉയർത്തും. അടുത്ത ലെവലിലേക്ക് ഉയരണമെങ്കിൽ ആദ്യത്തേതിൽ ഒന്ന് വിശ്വസ്തരായിട്ട് വരണം. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം സാറയോട്, ഹാഗാറിനോട് ഇടപെട്ടുകൊണ്ട് ദൈവം പറയുന്നൊരു വേർഡ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കൽ നമ്മൾ ചർച്ചിൽ ചിന്തിച്ച വിഷയമാണ്. ഹാഗാറിനോട് പറയുന്ന ഒരു വേർഡുണ്ട്. ഹാഗാർ സാറയെ വിട്ട് ഓടിപ്പോവുക. വാസ്തവത്തിൽ കുറ്റമാരുടെ സാറയുടെ ഉണ്ട്, ഹാഗാറിൻ്റെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ വഴി വെച്ച് ഹാഗാറിനെ കണ്ട് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വേർഡുണ്ട്. എന്താ വേർഡ് എന്നറിയാമോ? ദൈവം വിളിച്ചൊരു പേരുണ്ട്, സാറയുടെ ദാസിയായിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഹാഗാർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, ഞാൻ ആരാണ്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഇപ്പം എങ്ങോട്ടാണ് ഓടുന്നതൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞ നെക്സ്റ്റ് വേർഡ് എന്നാണെന്നറിയാമോ? നീ പോയി നിൻ്റെ യജമാനത്തിയാകുന്ന സാറയ്ക്ക് കീഴടങ്ങിയിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എവിടെയാ വീണത് ആ സ്ഥാനത്തേക്ക് മടങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ വിജയം ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിജയിക്കാൻ മറ്റു പല മാർഗം നോക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ദ ലോർഡ്. അതിനെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ എന്തെല്ലാം മാർഗം നോക്കിയാലും അതൊന്നും വിജയിക്കത്തില്ല. അത് ഞാനും എൻ്റെ ദൈവമായിരിക്കുന്ന ബന്ധം ക്രമപ്പെടുത്താടുത്തോളം ഒരു രീതിയിലും മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ ദൈവം നമ്മളെ ചിലത് ഫലമേൽപ്പിച്ചു. എന്തൊക്കെ ദൈവം ഫലമേൽപ്പിച്ചു? പെട്ടെന്ന് 1, 2, 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോട്ടെ. ഒന്ന്, ദൈവം ഫലമേൽപ്പിച്ചത് ഗാഡ്സ് മിസ്റ്ററീസ്, ദൈവിക മർമ്മങ്ങൾ. God's mysteries. 1 Corinthians chapter 4 verse 1. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരമാ. അപ്പോൾ ദൈവം നമ്മളെ എന്തോ ഫലമേൽപ്പിച്ചിട്ടുണ്ട്? ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ്, ദൈവിക മർമ്മങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വസ്തരായിരിക്കണം. എങ്ങനെ? മാത്യു 7:6. മാത്യു 7:6 7:6. വിശുദ്ധമായ നായ്ക്കൾ കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയും അരുത്. അപ്പോൾ വിശ്വസ്തരായിരിക്കണം, ദൈവമർമ്മങ്ങൾ വിശ്വസ്തരായിരിക്കണം, വേണ്ടാത്തരത്ത് കൊണ്ട് വലിച്ചെറിയരുത്. ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഒരു വ്യക്തി, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒത്തിരി കാര്യം സംസാരിച്ചു, ചിലതെല്ലാം ഞാൻ നിങ്ങൾക്ക് മറച്ചു വെച്ചു. എന്താ കാരണം? ഇപ്പോൾ നിങ്ങൾക്കത് വഹിപ്പാൻ കഴിവില്ല. അപ്പോൾ അവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും യേശു മറച്ചു വെച്ചു. അപ്പോഴത്തെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിന് കൊണ്ടുപോയിട്ട് കട്ടിയായുള്ള ആഹാരം കൊടുത്താൽ ആ കുഞ്ഞിന് അത് ദോഷമാണ്. ദാറ്റ്സ് എ തിങ്. മനസ്സിലായേ? ദൈവവചനങ്ങളുടെ മർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും, ദൈവം നമ്മളെ ഏൽപ്പിച്ചു നടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും, അത് മനസ്സിലാക്കുവാനുള്ള അവരുടെ കഴിവോടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ല എങ്കിൽ അവരെന്താ പറയും? വെറുതെ വഴിയിലോട്ട് ഇറങ്ങി വെച്ച് നമ്മളെ തിരിച്ച് കുത്തുമരുത്തിട്ടില്ലേ പലപ്പോഴും? ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഇവാഞ്ചലിസം നമ്മൾ പഠിച്ചാൽ അത് വളരെ ഭംഗിയാണ്. ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ആ രീതിയിലൊന്ന് ഇവാഞ്ചലിസം ചെയ്യാനുള്ള കൃപയൊന്ന് തരണമെന്ന്. കാരണം യേശു ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപരമായിട്ട്, ഞാൻ ബുദ്ധി എന്ന് ഉപയോഗിക്കുന്ന വേർഡ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വിത്ത് ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തു ശാസ്ത്രിമാരോട് പരീക്ഷന്മാരോട് പറഞ്ഞ വേർഡ് പലപ്പോഴും നമ്മൾ പറയാറില്ല. യേശു പാവങ്ങളോട് കാണിച്ച സഹകരണം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. യേശു ശമരിയ സ്ഥലത്തിലേക്ക് കടന്നുപോയ വഴി പലപ്പോഴും നമ്മൾ പോകാറില്ല. എന്നാൽ യേശു ക്രിസ്തു വ്യക്തമായിട്ട് മനസ്സിലാക്കി
എങ്ങനെയാണ് സുവിശേഷീകരണം എന്നുള്ളത്? ദൈവത്തിൻ്റെ ഗൈഡൻസിൽ കൂടെ കർത്താവായ യേശു പോയെന്നുള്ളത് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശമര്യക്കാരത്തെ സ്ത്രീയോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മെത്തേഡ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ, ശമര്യക്കാരത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് യേശു തുടങ്ങി. അവളുടെ അറിവ് വർദ്ധിപ്പിച്ച് അവസാനം കൊണ്ട് ഒരു പോയിന്റ് എടുക്കണം, നിർത്തി, നിന്നോട് സംസാരിക്കും ഞാനാണ്. ഇതാദ്യം പറഞ്ഞിരുന്നെങ്കിലോ? കർത്താവായ യേശു പറയുക, ആദ്യമേ ചെന്നോട് പറഞ്ഞിരുന്നു എന്തോ പറഞ്ഞേനെ. ആ ഡെവലപ്പ് ആ വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുക്കി അത് പ്രിപ്പയർ ചെയ്യപ്പെടത്തക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം നമ്മുടെ ഗ്രഹവിചാരണയിൽ തന്നിരിക്കുക. നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായി. 2 മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 15, താലന്തുകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ടാലൻസ്. മാത്യു 25:15, മത്തായി 25:15, ഒരുവന് 5 താലന്ത് എന്ന് പറഞ്ഞാൽ നിനക്ക് വീഡിയോഗ്രാഫി എടുക്കാനുള്ള താലന്താണ് അത് ചെയ്യണമെന്ന്. പായ എടുക്കാൻ ആ ഒരു താലന്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പായയുടെ സമയത്ത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ താലന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? സിമ്പിൾ തിങ്, കൊച്ചു കാര്യങ്ങൾ. ദൈവം നമ്മെ ഫലമേൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്, നമ്മൾ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ചർച്ച വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് വളരാൻ അവസരം ഒരുക്കി കൊടുക്കാൻ നെവർ തിങ്ക്. മനസ്സിലായി? നമ്മുടെ കൊച്ചു കാര്യങ്ങളാ. ഈ ചെറിയ കാര്യത്തിൽ ഞാൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ, കൊച്ചു കാര്യങ്ങൾ എനിക്ക് ആക്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അവിടെയാണ് ദൈവം എൻ്റെ താലന്തുകൾ വർദ്ധിപ്പിക്കുവാനിടയായിത്തീരുന്നത്. മൂന്നാമത് എന്ത്? ഓഫ് മണി, സമ്പത്ത്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. വായിച്ചാട്ടെ ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 11. ഏറ്റവും അത്യാവശ്യമായിട്ട്, വേറെ രീതി പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിശ്വസ്തരാകേണ്ട വിഷയമാണ് പണം. ഏറ്റവും ലീസ്റ്റ്, ബാക്കി ഒന്നിലും വിശ്വസ്തരായിരുന്നില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ വിശ്വസ്തരാകേണ്ട വിഷയമാണ് പണം. വായിച്ചോ ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 11. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായി നിങ്ങളെ ആർ പരമേൽപ്പിക്കും? നിങ്ങൾ അനീതിയുള്ള മാമോനിൽ അപ്പോൾ നമ്മളെ ഒന്ന് സത്യമായത് ഫലമേൽപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ താഴത്തെ വാക്യം, അന്യമായതിൽ ഈ അനീതിയുള്ള, ഈ പണത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇത് അനീതിയുള്ള മാമോനാണോ, ഇത് അന്യമാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമല്ലെന്ന്. ബട്ട് ഇതിനകത്ത് നമുക്ക് എന്തോ വേണമെന്നാണ് പറയുന്നേ, വിശ്വസ്ത. ഇതിന് മുകളിലാണ് കർത്താവ് പറയുന്നത് അത്യല്പത്തിൽ വിശ്വസ്തനെ ഞാനിനെ. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞത് ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞു. ഇതിനകത്ത് വിശ്വസ്തത ഇല്ലാത്തതാണ് ഇന്ന് മനുഷ്യൻ ബുദ്ധിമുട്ടാനുള്ള ഏറ്റവും വലിയ കാരണം. പണം കിട്ടുന്നത് എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനോട് എത്രമാത്രം വിശ്വസ്തത കാണിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് പലരും സഫർ ചെയ്യുക. നെക്സ്റ്റ് ഏതില്? റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 12. റോമൻസ് 14:12. ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ഓഫ് ഓൾ എല്ലാറ്റിനും കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുക്കാണ്ടാത്ത ഒരൊറ്റ വിഷയം പോലും ഇല്ല.
എല്ലാ വിഷയത്തിലും നമ്മൾ കണക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് പറഞ്ഞു? ഒന്ന് നമ്മൾ കണ്ടത് ഓഫ് ഓൾ, സകലത്തിലും കണക്ക് കൊടുക്കണം. എന്താ നമ്മളിവിടെ കണ്ടത്? ഒന്ന്, സിമിലാരിറ്റി എന്ന് പറയുന്നത് ബോത്ത്, രണ്ടുപേരും വിശ്വസ്തരായിരുന്നു. വിശ്വസ്ത എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. വിശ്വസ്ത എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണേ, എന്നെ ഫലമേൽപ്പിച്ച കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാകണം, എങ്കിലേ അടുത്ത ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവായ യേശു പറഞ്ഞ വാചകം എന്താണെന്നറിയാമല്ലോ? പരിശുദ്ധാത്മാവ് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ആദ്യം തുടങ്ങുന്നത് എവിടെയാ? യെരൂശലേമിൽ, യഹൂദയിലെങ്ങും, ശമരിയിൽ. എങ്ങനെയാ ഗ്രോത്ത് പോകുന്നേ? ഭൂമിയുടെ അറ്റത്തോളം പോകുന്നതിന് മുമ്പ് ഇവിടെ തുടങ്ങി, സ്വന്തം നാട്ടിൽ. അപ്പോൾ അവിടെയാണ് അവർ വിശ്വസ്തരായിരുന്നത്. അതെങ്ങോട്ട് മാറ്റി? അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെയും വിശ്വസ്തരായതുകൊണ്ട് എങ്ങോട്ട് മാറ്റപ്പെട്ടു? അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു ആദ്യം ചെയ്തത്? താൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, താൻ രക്ഷിക്കപ്പെട്ട ഇടത്ത് ദൈവത്തോട് കാണിച്ച വിശ്വസ്തത. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആ വിശ്വസ്തയാണ് ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെയാണ് ചെറിയ കാര്യത്തിലുള്ള വിശ്വസ്തയാണ് വലുതിലേക്ക് നടത്തുന്ന ഡിഫറൻസസ്. പെട്ടെന്ന് ഇന്ന് രാത്രി അതുകൂടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, അവിടെ പറഞ്ഞ് ഏത് ഭവനം ചമച്ചവൻ വേണം സാഹവും ചമച്ചവൻ ദൈവം തന്നെ. അതിന്റെ ഡിഫറൻസ് പറയുന്നു. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനുള്ള പത്തിനായിട്ടത്രേ. അതിന്റെ മുകളിൽ മൂന്നാമത്തെ വാക്യം, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ. അപ്പോൾ യേശു മോശയെക്കാൾ വലിയവനാകാനുള്ള ഒന്നാമത്തെ കാരണം, യേശുവാണ് ഭവനം ചമച്ചത്. മോശ ആരായിരുന്നു? ഭവനമായിരുന്നു. മോശ ഒരു ഭവനമായിരുന്നു. യേശു ഭവനത്തെ ചമച്ചവനായിരുന്നു. അതുകൊണ്ട് ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ആന്തരിക അർത്ഥം. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സഭ നിൽക്കുന്നത് ക്രിസ്തുവിനാണ് നിൽക്കുന്നത്. ക്രിസ്തുവാണ്, ക്രിസ്തുവിനാലാണ് ഭവനം പൂർണ്ണമായിരിക്കുന്നത്. ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരാത്മീയ ഗ്രഹമാകുക. അപ്പോൾ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നത് ക്രിസ്തുവാകുന്നതിൽ, ക്രിസ്തുവാണ് അത് പണിയപ്പെടുവാനുള്ള കാരണമെങ്കിൽ ആ ഭവനം ചമച്ചവൻ കർത്താവായതുകൊണ്ട്, മോശ ആ ഭവനം ആയതുകൊണ്ട്, മോശയെക്കാൾ എൻ്റെ കർത്താവായ യേശു വലിയവൻ. നെക്സ്റ്റ് വേർഡ് താഴെ പറയുന്നു, ഒരു മോശ ആ ഭവനത്തിൽ ആരായിട്ടാണ് പ്രവർത്തിച്ചത്? ഒരു ഭക്തനായിട്ട് പ്രവർത്തിച്ചു, ഒരു ദാസനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ മോശയ്ക്ക് പ്രവർത്തിക്കുവാൻ ഉണ്ടായിരുന്നത്, ദൈവം തന്നെ എന്ത് ഫലമേൽപ്പിച്ചുവോ അത് മോശ ദൈവത്തോടുള്ള ഒരു ദാസ്യത്തിൽ കൂടെ, അഥവാ ഒരു സേവൻഹുഡ്, ദാസ്യ വേലയാണ് മോശയ്ക്ക് ചെയ്യുവാനുണ്ടായിരുന്നത്. ദൈവം തന്നെ ഫലമേൽപ്പിച്ചത് ചെയ്യുക. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം അതായിരുന്നില്ല. യേശു ഒരധികാരമുള്ളവനായിട്ട് പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് BTH പണ്ട് പഠിച്ചവർക്കറിയാം, രണ്ടുവിധ അതോറിറ്റിയെ നമുക്കൊന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, അതോറിറ്റി ആ സിറ്റീസ് ഉള്ളത്, അത് ആരുടെ അതോറിറ്റിയാണ്? ദൈവത്തിന്റെ അതോറിറ്റി. അത് ആർക്ക് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കും നിങ്ങൾക്കും അതോറിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതോറിറ്റിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ദൈവം എനിക്കും നിങ്ങൾക്കും അതോറിറ്റി തന്നിട്ടുണ്ട്. കർത്താവായ യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അതുകൊണ്ട് നമ്മൾ പുറപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഒരു കാരണം, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് കൊടുത്തത് കൊണ്ട് ആ യേശുവാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പോയി ചെയ്യുന്നു. പക്ഷെ യേശു ചെയ്തത് അതുകൊണ്ടല്ല. യേശു ചെയ്തത് യേശു ക്രിസ്തുവിൽ തന്നെ എന്തുണ്ടായിരുന്നു? അധികാരം. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറഞ്ഞു വന്നേ?
മോശ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് മോശയ്ക്ക് ഒരു അതോറിറ്റി ഇല്ലായിരുന്നു. പിന്നെ ആര് അതോറിറ്റി കൊടുത്തു? ദൈവം കൊടുത്തു. ദൈവം മോശയ്ക്ക് കൊടുത്ത അതോറിറ്റിയാണോ മോശ യൂസ് ചെയ്തത്? പക്ഷെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ തന്നെ എന്തുണ്ടായിരുന്നു? അതോ മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശുക്രിസ്തുവിൽ തന്നെ അതോറിറ്റി ഉണ്ടായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതോറിറ്റി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലായിരുന്ന അതോറിറ്റി എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ഭവനത്തിൽ ഒക്കെയും അവൻ ആരായിരുന്നു? ദൈവത്തിന്റെ ഭവനത്തിന്റെ അധികാരിയായിരുന്നു. എന്തുകൊണ്ട് അവൻ അധികാരിയായി? അവൻ പുത്രനായതുകൊണ്ട്. മോശയ്ക്ക് അധികാരമുണ്ടായിരുന്നു. മോശയുടെ അധികാരം ലിമിറ്റഡ് ആയിരുന്നു. അധികാരം ലിമിറ്റഡ് ആകുവാനുള്ള കാരണം മോശ ആരായിരുന്നു? ഒരു ഭക്തനായിരുന്നു. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നേ. ഓക്കെ, അപ്പൊ ദൈവം ആഗ്രഹിച്ചത് മോശയേക്കാൾ യേശു വലിയവനെന്ന് പറയുവാൻ കാരണമായി തീർന്നത് ദൈവം എന്ത് കൽപ്പിച്ചുവോ അതിനനുസരണമായിട്ട് മോശ അതോറിറ്റി വെളിപ്പെടുത്തി. ആരുടെ അതോറിറ്റി? ദൈവത്തിന്റെ അതോറിറ്റി വെളിപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞു, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ എനിക്കും, ഉറപ്പിക്കുന്നത് പോലെ എനിക്കും എന്തുണ്ട്? യേശുക്രിസ്തുവിന്റെ അധികാരം എന്ന് പറയുന്നത് അവനെ ഭവനത്തിന്റെ പുത്രനായതുകൊണ്ടുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല അധികാരവും യേശുക്രിസ്തുവിലോ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു ഡെലിഗേറ്റഡ് അതോറിറ്റി ആയിരുന്നല്ല, യേശുക്രിസ്തു ഒരു അധികാരിയായിരുന്നു. കാരണം യേശു ആ ഭവനത്തിന്റെ ഉടമസ്ഥനായിരുന്നു. യേശു ആ ഭവനത്തെ ഉടമസ്ഥനായതുകൊണ്ട് അധികാരിയായിത്തീർന്നത് പോലെ. എന്നാൽ മോശയ്ക്ക് അങ്ങനെ ചെയ്യുവാൻ സാധ്യമായില്ല. മോശയോട് ദൈവം പറഞ്ഞു, കുഞ്ഞെ നീ ചെങ്കടലിന് മുമ്പിൽ പോയി വടി നീട്ട്. മോശ വടി നീട്ടി. അല്ലായിരുന്നെങ്കിൽ ആ ചെങ്കടല് അതുപോലെ നിന്നേനെ. മോശയോട് ദൈവം കൽപ്പിച്ചു, നീ പോയി ആ പാറ അടിക്ക്. മോശ പോയി പാറ അടിച്ചത് കൊണ്ട്, ദൈവം കൽപ്പിച്ചത് കൊണ്ട് മോശ അടിച്ചത് കൊണ്ട് പാറന്ന് വെള്ളം പുറപ്പെട്ടു. അല്ലെങ്കിൽ മോശയുടെ കൈ വേദനിച്ചേനെ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്ത് കൽപ്പിച്ചോ, ദൈവം എന്ത് ഡെലിഗേറ്റ് ചെയ്തോ ആ ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ് മോശ. ഞാൻ പറഞ്ഞ ബോർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യത്തെ പ്രാവശ്യം അടിക്കാനായിട്ട് പറഞ്ഞു, അതിനുശേഷം രണ്ടാമതാണ് കൽപ്പിക്കാൻ പറഞ്ഞപ്പോഴാണ് മോശ അടിച്ചത്. അവിടെയാണ് തെറ്റുപറ്റിയത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം എന്ത് മോശയോട് കൽപ്പിച്ചുവോ ആ അതോറിറ്റി മോശയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റി. ഓൺലി ദൈവം അത് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ഡെലിഗേറ്റഡ് അതോറിറ്റി ആയിരുന്നില്ല. ഹി വാസ് ആൻ ഓതറൈസ്ഡ് പേഴ്സൺ. യേശുക്രിസ്തു ആ ഭവനത്തിൻ്റെ അധികാരിയായിരുന്നു. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് എന്തായി തീർന്നു? യേശു മോശയേക്കാൾ വലിയവൻ. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, യേശു മോശയേക്കാൾ വലിയവൻ.